ഈ ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ഫോം ഇഫ് എനി ബൈ ദ ഫോളോയിങ് പോയിന്റ്സ് ആൻഡ് ഗീവ് റീസൺ ഫോർ യുവർ ആൻസർ. ഇവിടെ 4 പോയിന്റ് തന്നിട്ടുണ്ട് ഇല്ലേ? ഈ 4 പോയിന്റ്സും ജോയിൻ ചെയ്താൽ കിട്ടുന്ന ക്വാഡ്രിലാറ്ററൽ എന്ത് ടൈപ്പ് ക്വാഡ്രിലാറ്ററലാണ്? അതാണ് ക്വസ്റ്റ്യൻ. ഈ 4 പോയിന്റും ജോയിൻ ചെയ്താൽ നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ കിട്ടും. അത് ഏത് ടൈപ്പ് ക്വാഡ്രിലാറ്ററലാണ്? സ്ക്വയർ ആണോ, റോംബസ് ആണോ, റെക്റ്റാങ്കിൾ ആണോ, പാരലലോഗ്രാം ആണോ? അങ്ങനെ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കണം. ആദ്യം നമുക്ക് റഫായിട്ടൊരു പിക്ചർ വരയ്ക്കാം. നമുക്കറിയില്ല ഇത് എന്ത് ടൈപ്പ് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് നമുക്ക് തുടക്കത്തിൽ അറിയില്ല. ഇത് വെറുതെ റഫായിട്ട് വരയ്ക്കുന്നതാണേ. നമുക്കറിയില്ല ഇത് റെക്റ്റാങ്കിൾ ആണോ റോംബസ് ആണോ എന്നൊന്നും അറിയില്ല. 4 പോയിൻറ്റ്സ്, ഒന്ന് -1 -2, അടുത്തത് 1 0, പിന്നെ -1 2, പിന്നെ -3 0. ശരിയല്ലേ നോക്കിയേ? നമ്മൾ എഴുതുമ്പോൾ ശരിയല്ലെന്ന് ഒന്നുകൂടി നോക്കണം, അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരും. -1 -2, 1 0, -1 2, -3 0. പേര് കൊടുക്കാം A B C D. നമ്മൾ ഡിസ്റ്റൻസ് എല്ലാം കാണാൻ പോവാണ്. AB BC CD AD എല്ലാ സൈഡുകളും കാണണം. നമ്മൾ ആദ്യം തന്നെ AB കാണാൻ പോവാണ്. AB കാണാനായിട്ട് യൂസ് ഡിസ്റ്റൻസ് ഫോർമുല. എങ്ങനെയാണ് AB കാണുന്നതെന്ന് അറിയാമല്ലോ. x2 - x1 ഹോൾ സ്ക്വയർ ചെയ്താൽ 1 - -1. 1 - -1 സ്ക്വയർ പ്ലസ് y2 - y1 സ്ക്വയർ ചെയ്താൽ 0 - -2 സ്ക്വയർ. 0 - -2 സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ്, വേഗം എഴുതാണ്, ഇത് 1 + 1 2 ആണ് അല്ലേ? 2 സ്ക്വയർ 4 പ്ലസ് ഇവിടെ 0 + 2, ഇത് 2 ആണ്. 2 സ്ക്വയർ 4, ദാറ്റ് ഈസ് റൂട്ട് 8. AB = റൂട്ട് 8 കിട്ടും. ഇത്രയും ക്ലിയർ ആയോ? ഇപ്പോൾ ABയുടെ സ്ഥാനത്ത് നമുക്ക് റൂട്ട് 8 എന്ന് എഴുതാം. നമ്മൾ ആ പിക്ചറിൽ തന്നെ എഴുതി വെക്കാം. ഇനി നമ്മൾ അടുത്ത സൈഡ് BC കാണാൻ പോവാണ്. BC കാണാനായിട്ട് യൂസ് ഡിസ്റ്റൻസ് ഫോർമുല, റൂട്ട് ഇടാം. റൂട്ട് ഓഫ് x2 - x1 സ്ക്വയർ ചെയ്താൽ -1 - 1 സ്ക്വയർ. ശരി തന്നെയല്ലേ? വളരെ ശ്രദ്ധിച്ചെഴുതാം. -1 - 1 സ്ക്വയർ പ്ലസ് y2 - y1 സ്ക്വയർ ചെയ്താൽ 2 - 0 സ്ക്വയർ. റൂട്ട് ഓഫ് ഇവിടെ -2ൻ്റെ സ്ക്വയർ 4 ആണ് അല്ലേ? -2ൻ്റെ സ്ക്വയർ 4, ഇവിടെ 2 സ്ക്വയർ 4. അപ്പോൾ BC = റൂട്ട് 8 കിട്ടുന്നുണ്ട്. BC എന്ത് കിട്ടി? റൂട്ട് 8. നമ്മൾ ആ പിക്ചറിൽ തന്നെ അത് മാർക്ക് ചെയ്യാം. അങ്ങനെ ഓരോ സൈഡുകളും നമ്മൾ കാണണം. ഇനി അടുത്ത സൈഡ് ഏതാണ്? അടുത്ത സൈഡ് CD ആണ്. റൂട്ട് ഓഫ്, അറിയാമല്ലോ CD കാണണമെങ്കിൽ x2 - x1 സ്ക്വയർ. ഈ സബ്ട്രാക്ട് ചെയ്യുന്ന ഓർഡർ മാറിയാലും കുഴപ്പമില്ല. x2 - x1 സ്ക്വയർ ചെയ്താൽ -1 - -3 സ്ക്വയർ പ്ലസ് y2 - y1 സ്ക്വയർ 2 - 0 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇത് -1 + 3 ആണ്. ശരിയാണോ? -1 + 3. -1 + 3 എന്ന് പറഞ്ഞാൽ -2. അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാം അല്ലേ? -1 + 3 എന്ന് പറഞ്ഞാൽ -1 + 3 എന്ന് പറഞ്ഞാൽ 2 ആണ്. കറക്റ്റ്. ഇവിടെ 2 സ്ക്വയർ. അപ്പോൾ ഇതും
റൂട്ട് ഓഫ് 4+4 വരും. അപ്പോൾ ഇതും √8 തന്നെയാണ്. അപ്പോൾ ഈ സൈഡ് എത്ര കിട്ടി? √8 കിട്ടി. ഇനി നമുക്ക് AD കാണാം. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് AD ആണ്. AD ഈക്വൽ ടു അഗെയിൻ ഡിസ്റ്റൻസ് ഫോർമുല x2 മൈനസ് x1 സ്ക്വയർ ചെയ്താൽ -3 മൈനസ് ഓഫ് -1 സ്ക്വയർ -3 മൈനസ് ഓഫ് -1 സ്ക്വയർ പ്ലസ് ശരിയല്ലേ 0 മൈനസ് ഓഫ് -2 സ്ക്വയർ 0 മൈനസ് ഓഫ് -2 സ്ക്വയർ റൂട്ട് ഓഫ് ഇവിടെ -3 + 1 വരും. -3 + 1 എന്ന് പറഞ്ഞാൽ -2 സ്ക്വയർ പ്ലസ് ഇവിടെ +2 ആണ് 2 സ്ക്വയർ. അപ്പോൾ ഇതും റൂട്ട് ഓഫ് 4 + 4 √8 വരും. സോ AD എന്ന് പറഞ്ഞ സൈഡും √8 ആണ്. സ്ക്വയർ ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം 4 സൈഡും സെയിം ആണെങ്കിൽ സ്ക്വയർ തന്നെ വരണം നിർബന്ധമൊന്നുമില്ല, റോംബസ് ആവാം. സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ വരും. റോംബസ് ആണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെരിഞ്ഞിട്ട് വരും. ഇത് രണ്ടിനും സൈഡുള്ള ലെങ്ത് സെയിം തന്നെയാണ്. അപ്പോൾ ഇത് ഏതാണ് റോംബസ് ആണോ സ്ക്വയർ ആണോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഡയഗണലിൻ്റെ ലെങ്ത്തും കൂടി കാണണം. സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ഇത് വരയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഡയഗണലിൻ്റെ ലെങ്ത് ഈക്വൽ ആണ്. റോംബസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഡയഗണൽ ലെങ്ത് സ്വല്പം കൂടുതലും ഈ ഡയഗണൽ ലെങ്ത് സ്വല്പം കുറവാണ്. അപ്പോൾ ഡയഗണലിൻ്റെ ലെങ്ത്തും കൂടിയും കാണാം. ഡയഗണലിൻ്റെ ലെങ്ത്ത് സെയിം ആണെന്നുണ്ടെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ റോംബസ്. അപ്പോൾ നമ്മൾ ഡയഗണലും കൂടിയും കാണണം, എന്നാൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ ഡയഗണൽ കാണണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ AC കാണാം. AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണലിൻ്റെ ലെങ്ത്താണ് റൂട്ട് ഓഫ് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാണ്. x2 മൈനസ് x1 സ്ക്വയർ ചെയ്താൽ -1 മൈനസ് ഓഫ് -1 സ്ക്വയർ -1 മൈനസ് ഓഫ് -1 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 സ്ക്വയർ ചെയ്താൽ 2 മൈനസ് ഓഫ് -2 സ്ക്വയർ 2 മൈനസ് ഓഫ് -2 സ്ക്വയർ. നമ്മളങ്ങനെ എഴുതിയിട്ട് ശരിയല്ല എന്നൊന്നും കൂടി നോക്കണം. -1 മൈനസ് ഓഫ് -1 സ്ക്വയർ 2 മൈനസ് ഓഫ് -2 സ്ക്വയർ. ഇവിടെ -1 + 1 ആവും. -1 + 1 0 സ്ക്വയറും ഇവിടെ 2 + 2 4 ആണ് അല്ലേ, 4 സ്ക്വയർ. അപ്പോൾ ചെയ്തു വരുമ്പോൾ √16 കിട്ടും. √16 എത്രയാണ്? √16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. അപ്പോൾ ഒരു ഡയഗണൽ ലെങ്ത് 4 കിട്ടി. ഇനി മറ്റേ ഡയഗണൽ നോക്കാം, BDയും കൂടി കാണാം. ഡയഗണൽ എഗെയിൻ ഡിസ്റ്റൻസ് ഫോർമുല റൂട്ട് ഓഫ് BD ആണ് കാണാൻ പോകുന്നത്. x2 മൈനസ് x1 സ്ക്വയർ ചെയ്താൽ 1 മൈനസ് ഓഫ് -3 സ്ക്വയർ 1 മൈനസ് ഓഫ് -3 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 സ്ക്വയർ ചെയ്താൽ 0 മൈനസ് ഓഫ് 0 സ്ക്വയർ. ചെയ്തു വരുമ്പോൾ ഇവിടെ 1 + 3 വരും. 4 അല്ലത് 4 സ്ക്വയർ. പിന്നെ ഇവിടെ 0 സ്ക്വയർ വരും 0. ഇത് √16 4 ആണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതണം? ഡയഗണൽസ് ഈക്വൽ ഓൾ സൈഡ്സ് ആർ ഈക്വൽ എഴുതണേ. ഓൾ സൈഡ്സ് ആർ ഈക്വൽ, all sides are equal and diagonals are also equal. അപ്പോൾ അതുകൊണ്ട് ഇത് എന്താണെന്ന് അറിയാമോ? സ്ക്വയർ ആണിത് അല്ലേ. 4 സൈഡും ഈക്വൽ ആണ്, ഡയഗണലും ഈക്വൽ ആവുമ്പോൾ അത് സ്ക്വയർ ആണ്.